നമസ്കാരം. ദേവാർപ്പണത്തിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നാലമ്പല യാത്രയെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനം ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണല്ലോ. ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരെ ഒരേ ദിവസം ദർശനം നടത്തുന്നത് മഹാപുണ്യമായിട്ടാണ് ഹിന്ദുക്കൾ കരുതുന്നത്. രാമായണ മാസത്തിനൊപ്പം നാലമ്പല യാത്രയും ആരംഭിക്കുന്നു. രാമലക്ഷ്മണ ഭരത ശത്രുഘ്ന ക്ഷേത്രങ്ങളിൽ ഒറ്റ ദിവസം ദർശനം നടത്തുന്ന ഈ യാത്ര പുണ്യമായ ഒരു യാത്ര തന്നെയാണ്. ഭാരതയുദ്ധം കഴിഞ്ഞ് യാദവ വംശം നശിക്കുകയും ശ്രീകൃഷ്ണൻ സ്വർഗാരോഹിതനാവുകയും ദ്വാരകാപുരി കടലിൽ മുങ്ങിപ്പോവുകയും ചെയ്തു. ശ്രീകൃഷ്ണൻ വെച്ച് ആരാധിച്ചിരുന്ന 4 ചതുർബാഹു വിഗ്രഹങ്ങൾ കടലിൽ ഒഴുകി നടക്കുന്നതായി കയ്പമംഗലത്തെ നാട്ടുപ്രമാണിയായ വാക്കിയൽ കൈമകൾക്ക് സ്വപ്നദർശനമുണ്ടായി. ഈ വിഗ്രഹങ്ങൾ പിന്നീട് അദ്ദേഹത്തിന്റെ കൈവശം എത്തിച്ചേർന്നു. ജ്യോതിഷവിധി പ്രകാരം ശ്രീരാമനെ തൃപ്രയാറും, ഭരതനെ ഇരിങ്ങാലക്കുടയിലും, ലക്ഷ്മണനെ തിരുമൂഴിക്കുളത്തും, ശത്രുഘ്നനെ പായമ്മലും പ്രതിഷ്ഠിക്കാൻ തീരുമാനിച്ചു. ഈ ക്ഷേത്രങ്ങൾ നാലമ്പലം എന്ന പേരിൽ പ്രശസ്തിയായി. ഈ 4 ക്ഷേത്രങ്ങളിലും ഒരു ദിവസം കൊണ്ട് ദർശനം നടത്തുന്നതാണ് നാലമ്പല യാത്ര. രാവണനെ നിഗ്രഹിച്ച് ത്രൈലോക്യ സംരക്ഷണമായിരുന്നല്ലോ രാമാവതാര ലക്ഷ്യം. എന്നാൽ അമിത ബലശാലികളായ മറ്റനേകം രാക്ഷസന്മാരെ കൂടി നിർമ്മാർജ്ജനം ചെയ്യേണ്ടതിലേക്കായി സന്തത സഹചാരികളായ ശംഖുചക്രങ്ങൾക്കും ശയ്യയായ ആദിശേഷനും സ്വസഹോദരങ്ങളായി അവതരിക്കാൻ ഭഗവാൻ അവസരം നൽകി. പാഞ്ചജന്യ ശംഖാണ് ഭരതൻ, ലക്ഷ്മണൻ ആദിശേഷനാണ്. ശത്രുസംഹാരിയായ സുദർശന ചക്രത്തിന്റെ അവതാരമാണ് ശത്രുഘ്നൻ. 4 ദർശിക്കുമ്പോൾ വ്യത്യസ്ത ഭാവരൂപങ്ങളിലെ ഭഗവത് ദർശനം സാധ്യമാവുന്നു എന്നാണ് പറയുക. രാമായണ മാസമായി ആചരിക്കുന്ന കർക്കിടകത്തിലാണ് നാലമ്പല യാത്ര പുണ്യമാവുന്നത് എന്നും വിശ്വസിക്കപ്പെടുന്നു. നാലമ്പല ദർശനത്തിനായുള്ള യാത്ര ചെയ്യേണ്ട വിധം അടുത്ത വീഡിയോയിൽ പറയാം. ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ.